ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലെ സർവകലാശാല ക്യാമ്പസുകളിലെങ്ങും വിളയാട്ടം നടത്തിയത്. ഇവർ നിരന്തരമായി സമരം നടത്തുകയും പ്രത്യേകിച്ച് കൊളംബിയ സർവകലാശാല പോലെയുള്ള പ്രശസ്തമായ സർവകലാശാലകളിലൊക്കെ തന്നെ ജൂതവംശത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒരു ഇസ്രായേലുകാരനായ അധ്യാപകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അയഞ്ഞ നിലപാട് കാരണം ഇവർക്കെല്ലാം തന്നെ ഇവരുടെ ഈ ഹമാസ് പ്രേമവും അതല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂല നിലപാടുകളുമൊക്കെ തന്നെ ഭംഗിയായി കൊണ്ടുപോകാനും സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടുകൂടി ഇതിന്റെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിലെ ഹമാസ് പ്രേമികളെ ഓരോരുത്തരെയായി പിടികൂടി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊളംബിയ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ അധികൃതർ പിടികൂടിയിരിക്കുകയാണ്. കസ്റ്റംസും ഇമിഗ്രേഷൻ അധികൃതരും എല്ലാം ഒത്തുചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. മെഹമ്മൂദ് ഖലീൽ എന്ന ഇയാൾ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിട്ട് നാളുകളായെങ്കിലും ഇപ്പോഴും അവിടെ തന്നെ താമസം തുടരുകയായിരുന്നു. ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ്. ഹമാസ് ആക്രമണം തുടങ്ങിയ കാലം മുതൽ തന്നെ അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിലെല്ലാം നടന്ന് ഹമാസ് അനുകൂല ലഘുലേഖകൾ പ്രചരിപ്പിക്കുകയും അവിടെയൊക്കെ ചെന്ന് ഇസ്രായേലിനെതിരെ പ്രസംഗിക്കുകയും ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനിയായിരുന്നു ഈ ഖലീൽ. ഏതായാലും ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇയാളുടെ ഗ്രീൻ കാർഡ് അടിയന്തരമായി റദ്ദാക്കാനാണ്. തുടർന്ന് ഇയാളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനും ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇയാളെ വിവിധ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്.